നമസ്കാരം എല്ലാവർക്കും ചന്ദാർമയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്തായാനു ഇന്നെന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്? നമ്മൾ ഏകദേശം ഒരു മാസമായിട്ട് യാനുവിന് നമ്മൾ വീട്ടിൽ തന്നെ ഒരു കുറുക്കിൻ്റെ പൗഡർ ഉണ്ടാക്കിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഇതാ കണ്ടോ, ഏകദേശം ഫിനിഷ് ആവാറായി. അവൻ അത്യാവശ്യം അത് ഇഷ്ടമാണ്, അവൻ കഴിക്കുന്നുണ്ട്. അപ്പം ഞാനത് അവൻ എങ്ങനെ സെറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്കും ആ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആദ്യം അവനെ ഒന്ന് അവൻ്റെ കളിക്കാനുള്ള സ്ഥലത്തേക്ക് വിടട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാരോടും ആയിട്ടാണ്. നമ്മൾക്ക് പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും നമ്മുടെ മക്കൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ പുതുതായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴോ നമ്മൾ എപ്പോഴും ഒരു ഒപ്പീനിയൻ എടുക്കും. അറ്റ്ലീസ്റ്റ് ഒപ്പീനിയൻ എടുത്തില്ലെങ്കിലും നമ്മൾ ഗൂഗിളിലെങ്കിലും അടിച്ചു നോക്കും, ഓക്കെ ഇത് പറ്റുമോ പറ്റില്ലേ എന്നുള്ളത്. ഇപ്പം നിങ്ങൾ അങ്ങനെ എടുക്കുന്ന ഒരു ഒപ്പീനിയനോ അല്ലെങ്കിൽ ഒരു സജഷനോ ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും ഡോക്ടർക്ക് നിങ്ങളെ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഒരു ഗൈഡിങ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നിങ്ങളുടെ കുട്ടിയെ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുക നിങ്ങൾക്ക് തന്നെയാണ്. എസ്പെഷ്യലി അമ്മമാർക്കാണ് കുട്ടിയുടെ കാര്യം കൂടുതൽ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ ഈ പറഞ്ഞ സജസ്റ്റ് ചെയ്ത സാധനങ്ങളിൽ തന്നെ നിങ്ങളുടെ കുട്ടി എന്ത് കഴിക്കും, എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കും, ആ കുട്ടിക്ക് അത് സെറ്റ് ആവുന്നുണ്ടോ, അത് എന്തെങ്കിലും അലർജി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അമ്മമാർക്കാണ് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുക. അപ്പം ഞങ്ങൾ ഡോക്ടർമാർ പറയുന്ന ഒരു സജഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ മോണിറ്റർ ചെയ്തിട്ട് വേണം ആ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കത് എന്തായാലും ഈ വീഡിയോയിൽ പറയണമെന്ന് തോന്നി. കാരണം ഇപ്പോൾ ഞാൻ യാനുവിന് ഉണ്ടാക്കുന്ന ഈ ഒരു സാധനം എന്ന് പറയുന്നത് അവന് സെറ്റാവുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി പറഞ്ഞു തരുന്നത്. അപ്പം ഇതിൽ തന്നെ ചില സാധനങ്ങൾ ഇപ്പം നിങ്ങളുടെ കുട്ടിക്ക് പറ്റാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പം ഇതിനൊരു ഒരു റെഫറൻസ് ആയിട്ട് മാത്രം കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കും ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് പേര് എന്നോട് ചോദിച്ച ഒരു 2-3 കാര്യങ്ങൾക്കുള്ളൊരു മറുപടി കൂടി തരണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, പലർക്കും ഉള്ളൊരു സംശയമാണ്, ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാം. ഇപ്പോൾ പൊതുവായിട്ട് ഈ നട്ട്സ്, ഇപ്പോൾ നമ്മൾ സെർലാക്കൊക്കെ വീട്ടിൽ തന്നെ പൊടിക്കുമ്പോൾ നമ്മൾ ആ റെസിപ്പിയിൽ ചില നട്ട്സൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ ഈ നട്ട്സൊക്കെ കുട്ടിക്ക് 6 months സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇപ്പോൾ 6 months ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 6 months കഴിഞ്ഞ് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രിഫറബിളി ഒരു 7 months പ്ലസ് ആയിരിക്കും ഈ നട്ട്സ് വെറൈറ്റീസ് ഒക്കെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നല്ലൊരു ടൈം എന്ന് പറയുന്നത്. കാരണം അവർ ചെറിയ സോളിഡ്സ് ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവരുടെ വയറ് സോളിഡ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നന്നായിരിക്കും. ഇനി ഈ നട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഓരോരോ നട്ട്സായിട്ട് കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരിക്കും നല്ലത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ കാഷ്യൂ ഫസ്റ്റ് ട്രൈ ചെയ്യുക, അത് ഓക്കെ ആണെങ്കിൽ അടുത്തത് ബദാം. ഒരുപാട് അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, എല്ലാ വെറൈറ്റീസ് ഓഫ് നട്ട്സും അവൈലബിൾ ആണ്. വാൾനട്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് ട്രൈ ചെയ്തിട്ട് പിന്നെ പോകെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് കുട്ടിക്ക് പറ്റുന്ന പോലെ പൊടിച്ചിട്ടോ അല്ലാതെയൊക്കെ കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. ഇനി എനിക്ക് നിങ്ങളോട് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ഒരുപാട് ഫുഡ് ഐറ്റംസ് അവൈലബിൾ ആണ്. അതിപ്പോൾ നട്ട്സിൻ്റെ കാറ്റഗറിയിലാണെങ്കിലും ബെറീസിൻ്റെ കാറ്റഗറിയിലാണെങ്കിലും ഈവൻ ഫ്രൂട്ട്സിലാണെങ്കിൽ പോലും ഇമ്പോർട്ട് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടിക്ക് കൊടുക്കാമോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാവും. കുട്ടികൾക്ക് ഇതൊന്നും കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പം നല്ല ക്വാളിറ്റി നോക്കി നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ കൊടുക്കാം.
പക്ഷേ കൺസിക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുട്ടിക്ക് എപ്പോഴും സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് എപ്പോഴും നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളതും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നതായിട്ടുള്ള സാധനങ്ങളും കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പുറത്തുനിന്ന് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ അതേ ന്യൂട്രിയൻ ക്വാളിറ്റിയിൽ നമ്മുടെ നാട്ടിൽ അതിനെ റീപ്ലേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ നോക്കിയിട്ട് കുട്ടിക്ക് കൂടുതലായിട്ട് കൊടുക്കുക. ഇപ്പം ഞാനിതിൽ പറഞ്ഞത് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ, ഇപ്പം നമുക്ക് പുറത്തെ മാർക്കറ്റിൽ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല, കൊടുക്കാം. പക്ഷെ അതിന് പകരമായിട്ട് എപ്പോഴും ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് എപ്പോഴും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പം ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ ശ്രേയാന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഈ ഒരു കുറുക്കിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇതിനെ ഒരു റെഫറൻസ് മാത്രമായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ഇതിൽ പറ്റുന്ന സാധനങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ഇതിൽ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്തിട്ട് നിങ്ങളും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിതാ നമ്മളുടെ ഇന്നത്തെ ആ ഒരു കുറുക്ക് മിക്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാം, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. അല്ലാതെ ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡുകളുടെ സാധനങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കിതിന് ഓട്സ് ആവശ്യമാണ്. ഞാൻ ട്രൂ എലമെൻസിൻ്റെ റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നോർമൽ ഓട്സും എടുക്കാം, പക്ഷെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബ്രാൻഡിൻ്റെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അവിലാണ്. അവിൽ ഞാൻ വൈറ്റ് അവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മഖാന ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നട്ട്സായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കാഷ്യൂ ബദാമുമാണ്. അത് മാത്രമേ ഞാനിപ്പോൾ അവന് കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ആ 2 സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിനി ചില സാധനങ്ങളൊക്കെ, ചിലതെന്നല്ല എല്ലാം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ 1 കപ്പ് അവിലെടുക്കുന്നുണ്ട്. നമുക്ക് ഈ അവിലിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവിൽ പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആവും. അപ്പോൾ ഇത് ഏകദേശം പൊടിക്കാൻ പാകത്തിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനെ ഞാനൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതേപോലെ ഓട്സും മഖാനയും കൂടി റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാദ്യം മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഞാൻ ഓട്സാണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ അവിലെടുത്ത അതേ ഒരു ബൗളിൽ 1 കപ്പ് ഓട്സും കൂടി ആഡ് ചെയ്യാണ്. ഓട്സ് റോസ്റ്റ് ആകുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. മണത്ത് കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്ക് ഇതിനി മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഞാൻ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നട്ട്സാണ്. അപ്പോൾ ഞാനിതിൽ ബദാം, ഇത്രയും സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 8 ബദാമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് എടുക്കാം. നട്ട്സിൻ്റെ അളവ് ഒരുപാട് അധികം ആക്കാതെ ഇരിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇപ്പോൾ 8 ബദാമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 10 കാഷ്യൂസും ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വാൾനട്ടോ അങ്ങനത്തെയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതാ കാഷ്യൂസും ബദാമും ആഡ് ചെയ്തു. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇനി ഫൈനലായിട്ട് ഞാൻ നമ്മുടെ മഖാന റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു കപ്പിന് 2 കപ്പ് മഖാനയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ.
അപ്പം നിങ്ങൾ ഏത് അളവ് കപ്പാണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു കപ്പിന് ഇരട്ടി മഖാന യൂസ് ചെയ്യുക. ഇപ്പം ഈ മഖാന എന്ന് പറയുന്നത് ഒരു തെർമോക്കോൾ ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. നമുക്ക് പൊട്ടിച്ചാൽ പൊട്ടില്ല. ഇനി ഇത് നന്നായിട്ട് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ഞെക്കുമ്പോഴേക്ക് തന്നെ നല്ല പൗഡർ ആക്കാൻ പാകത്തിൽ വരും. അതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് സ്റ്റേജ്, പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മഖാനി നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു അത്. ഇപ്പോൾ ഇത് നമ്മൾക്ക് ബ്രേക്ക് ആവും, കണ്ടോ, പൊടിക്കാൻ പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളുടെയും റോസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെയൊക്കെ ഒന്ന് പൊടിച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഫസ്റ്റ് ഞാൻ മഖാനയാണ് പൊടിക്കുന്നത്. കാരണം ഇയാൾ ഭയങ്കര സ്പേസ് കൺസ്യൂമിങ് ആണ്. ഒരുപാട് ഉള്ള പോലെ തോന്നും, പക്ഷെ അത് പൊടിച്ച് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിതാ മഖാന പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ 2 ബൗള് മഖാന നമുക്ക് ഇത്ര പൗഡറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഓരോന്ന് പൊടിക്കുന്നതും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. പക്ഷെ അവിലും ഓട്സും നട്ട്സും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോന്നിനെയും പൊടിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതെല്ലാം പൊടിച്ച് നമുക്ക് ഇതിനെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് നമ്മുടെ കണ്ടെയ്നറിലാക്കി വെക്കാം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാം പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ നമ്മുടെ ഓട്സാണ് പൊടിച്ചിട്ടുണ്ടായിരുന്നത്. ഓട്സും നട്ട്സും അവിലും നമ്മുടെ മഖാനി എല്ലാം റോസ്റ്റ് ചെയ്ത് പൊടിച്ചതിനെ ഞാനിതാ മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. എല്ലാം സെപ്പറേറ്റ് പൊടിച്ചിട്ട് നമ്മൾ ഫൈനലിയാണ് മിക്സ് ചെയ്യുന്നത്. സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താലും നന്നായിട്ട് മിക്സ് ആവും. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ആവില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സീവിങ് സാധനം ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടൊന്ന് ചലിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് കിട്ടും. ഇനി എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് ഫൈനായിട്ട് പൊടിയാതെ എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റും ചെയ്യാം. പക്ഷെ ഞാൻ അപ്പം അതൊന്നും ചെയ്യില്ല. ഞാനിങ്ങനെയാണ് മുന്നത്തെ തവണ ഉണ്ടാക്കിയത്. നന്നായിട്ട് എല്ലാത്തിനെയും കൂടി മിക്സ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കുറുക്കിൻ്റെ മിക്സ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു കണ്ടെയ്നറിലേക്ക് മാറ്റണം. ഇത് ഞാൻ അവൻ്റെ ഈ കുറുക്ക് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ പാത്രമാണ് കേട്ടോ. അതുകൊണ്ട് അതിൽ വേറൊന്നും ആക്കാറില്ല. അപ്പം അതിൽ തന്നെ ഞാനിതിനെ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിതാ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് വെച്ചാൽ കുട്ടിക്ക് വിശക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് നമ്മൾ ചൂടുവെള്ളം മൈക്രോവേവിലോ അല്ലെങ്കിൽ സ്റ്റൗവിലോ ജസ്റ്റ് തിളപ്പിച്ചിട്ട് അത് ഒഴിച്ച് അങ്ങ് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എനിക്കാണെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കി അവന് കൊടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ട്രാവൽ ചെയ്യണ സമയത്തും ഇപ്പോൾ കയ്യിൽ കൊണ്ട് നടക്കുന്ന അവന് പെട്ടെന്ന് എടുത്തു കൊടുക്കുക. ഒരു ഫ്ലാസ്കിലോ മറ്റും വെള്ളം കരുതിയാൽ മതി. അല്ലെങ്കിൽ കാറിൽ വെള്ളം ചൂടാക്കണ സംവിധാനങ്ങൾ ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ് വാങ്ങിക്കാൻ. അത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും വെള്ളം തിളപ്പിച്ചിട്ട് ജസ്റ്റ് ഇതിൽ ഒഴിച്ച് കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ഇതാണ്, റെസിപ്പിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ഈ പൗഡറിൽ തന്നെ പല സാധനങ്ങളും മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഡേറ്റ്സ് അല്ലെങ്കിൽ ആപ്പിൾ പ്യൂരി, ബനാന പ്യൂരി പോലെയൊക്കെ ചെയ്തിട്ട് ഇതും കൂടി മിക്സ് ചെയ്ത്, അപ്പോൾ കുട്ടികൾക്ക് എന്താ വെച്ചാൽ മടുക്കും. അതെ, ഒരേ ഒരു ഫ്ലേവർ ടേസ്റ്റ് ചെയ്തിട്ട് അതിനോടൊരു മടുപ്പ് വരില്ല. പല ഫ്ലേവേഴ്സ് ആവും ഓരോ ദിവസവും. സെയിം ബേസ് സെയിം ആണെന്നുണ്ടെങ്കിലും ആഡ് ഓൺ ഫ്ലേവേഴ്സ് ആയിട്ട് ബാക്കിയുള്ളത് വരുന്ന സമയത്ത് കുട്ടികൾക്കും കുറച്ച് വെറൈറ്റി ഫുഡാണ് എന്നുള്ളൊരു ഇതുണ്ടാവും. അവരുടെ വായിക്കും അതേപോലെ തന്നെ വയറിനൊക്കെ പല സാധനങ്ങളുടെയും പല ടെക്സ്ചറുകളുടെയും ഒരു ഫീല് കിട്ടും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളിത് സ്റ്റോർ ചെയ്യുന്നത് ഫ്രീസറിലാണ്. നിങ്ങൾ മാക്സിമം ഫ്രിഡ്ജിൽ ഇങ്ങനെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യായിരിക്കും നല്ലതല്ലേ? അതെ, എയർ ടൈറ്റ് കണ്ടെയ്നറിലായിട്ട് ഇപ്പോൾ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ മുകളിൽ ഫ്രോസ്റ്റ് ഫ്രീ ഫ്രീസർ ആവും. അപ്പോൾ അതിൽ സൂക്ഷിക്കുകയാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്ക് കൊടുക്കുന്ന എന്ത് പൗഡർ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ വാഴയ്ക്ക പൗഡർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ പൊടിച്ചതിന് ശേഷം. അതെ, കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് പുറത്തൊക്കെ വെച്ചാൽ പൂപ്പൽ വരാനുള്ള സാധ്യത ഉണ്ട്.
അപ്പോൾ അതൊക്കെ ഒഴിവാക്കാം. കാരണം കുട്ടികൾക്ക് കുറച്ച് പെട്ടെന്ന് ഈ ഫുഡ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ എന്താ പറഞ്ഞ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളതായതുകൊണ്ട് നമ്മൾ എന്ത് ഫുഡാണെന്നുണ്ടെങ്കിലും മിൽക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ ഭയങ്കര ഹൈജീനിക് ആയിട്ടും ഭയങ്കര കെയർഫുൾ ആയിട്ടും ഹാൻഡിൽ ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഒരു കുറുക്ക് മിക്സിൻ്റെ വീഡിയോ. അപ്പോൾ ഞങ്ങളിതിൽ കുറേ കാര്യങ്ങൾ ഇതേപോലത്തെ കാര്യങ്ങളും കൂടി നിങ്ങളെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ റെസിപ്പി ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻസും ഒക്കെ താഴെ കമൻറ്റ് സെക്ഷനിലും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസിലും കയറി നമ്മളെ അറിയിക്കാവുന്നതാണ്. സോ സീ യു ഗൈസ് ഇൻ അനദർ വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.